നിലമ്പൂർ ഒരു വർഗീയ കോമരങ്ങളുടെ പൂമരമായിട്ടാണ് നിന്നതെങ്കിൽ അവിടുത്തെ വോട്ടർമാർ വളരെ രാഷ്ട്രീയ പ്രബുദ്ധതയോടുകൂടി വോട്ട് ചെയ്തു എന്നുള്ളതാണ് കാണിക്കുന്നത്. അൻവറിനെ കൂടെ നിർത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ഫൈറ്റ് ഒരുപക്ഷെ ഈ വർഗീയതയും ജാതീയതയും ഒക്കെ വന്ന് മങ്ങാതെ നേരിട്ട് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാക്കി മാറ്റി ആൻറ്റി ഇൻകംബൻസി കൂടെ മുതലാക്കാൻ കുറെ കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ അത് 40,000 ആയിക്കൂടായിക്കുമില്ല. കെ കരുണാകരനായിരുന്നെങ്കിൽ ഇദ്ദേഹത്തെ പൂർണ്ണമായിട്ടും ഉപയോഗിച്ചേനെ ഈ സന്ദർഭത്തിൽ. എന്നിട്ടും UDF-ന് 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഭരണവിരുദ്ധ വികാരം ഇല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിക്കണ്ടേ. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. അതെ, ആ സത്യം നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ ആ ബേസിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഹിന്ദുക്കളെ പുച്ഛിക്കുന്നത്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. അങ്ങനെ നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് ആരവത്തിന് അവസാനമായിരിക്കുകയാണ്. ഒടുവിൽ വിജയാഹ്ലാദം UDF ക്യാമ്പിൽ 11,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ആര്യാടൻ ഷൗക്കത്ത് മണ്ഡലം പിടിച്ചിരിക്കുകയാണ്. UDF-ന് ഇതൊരു തിരിച്ചുവരവാണ്. നിലമ്പൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ M സ്വരാജിനും LDF-നും ചിന്തിക്കുവാൻ ഏറെ കാര്യങ്ങൾ ബാക്കിയിട്ടാണ് നിലമ്പൂരിലെ വോട്ടെണ്ണൽ അവസാനിച്ചിരിക്കുന്നത്. ആഹ്ലാദിക്കുന്ന ഒരാളുണ്ട്, ഒരു ഒറ്റയാനെ പോലെ പോരാടിയ PV അൻവർ. അൻവർ നേടിയ 20,000-ഓളം വോട്ട്, അതായത് 19,000-ൽ പരം വോട്ട് അൻവർ സ്വന്തം പെട്ടിയിലേക്ക് പിടിച്ചപ്പോൾ അത് LDF-ന് വലിയ ആഘാതവും UDF-ന് ചിന്തിക്കാൻ ഏറെ കാര്യവും നൽകിയിരിക്കുന്നു. പരിശോധിക്കാൻ നമുക്ക് നിലമ്പൂരിലെ ആരവങ്ങൾ കെട്ടടക്കും മുൻപ് അവിടുത്തെ സാഹചര്യങ്ങൾ. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. എന്ത് തോന്നുന്നു, നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം മനസ്സിലേക്ക് വരുന്നത്, നിലമ്പൂർ ഒരു വർഗീയ കോമരങ്ങളുടെ പൂമരമായിട്ടാണ് നിന്നതെങ്കിൽ അവിടുത്തെ വോട്ടർമാർ വളരെ രാഷ്ട്രീയ പ്രബുദ്ധതയോടുകൂടി വോട്ട് ചെയ്തു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, രാഷ്ട്രീയക്കാരേക്കാൾ രാഷ്ട്രീയം അവിടുത്തെ വോട്ടർമാർ നടത്തി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അവർക്ക് പ്രത്യേകം നന്ദി പറയേണ്ടതുണ്ട്. ഓക്കെ, നിലമ്പൂരിലെ രാഷ്ട്രീയം കെട്ടുപോകാതെ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ സത്ത കെട്ടുപോകാതെ അവർ കാത്തു സൂക്ഷിച്ചു. തീർച്ചയായിട്ടും അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം എനിക്കും നേരത്തെ നമ്മുടെ പ്രോഗ്രാമിനിടയിലൊക്കെ തന്നെ തോന്നിയതാണ്, തിരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്ന വേളയിൽ ഒരു ഘട്ടത്തിൽ നോക്കുമ്പോൾ ഏവർക്കും നെറ്റ് ചൊളിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. രാഷ്ട്രീയ നേതൃത്വങ്ങൾ ജാതി വോട്ടുകൾ സ്വന്തമാക്കാൻ വേണ്ടി അത്തരത്തിലുള്ള മത വോട്ടുകളുടെയൊക്കെ പിന്നാലെ പോകുന്നത് ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതൊക്കെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ നിന്നും ചർച്ച അകറ്റിക്കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഒടുവിൽ പക്ഷേ റിസൾട്ട് വരുമ്പോൾ അതിനൊക്കെ തന്നെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിപ്പോൾ UDF-ൻ്റെ നേട്ടം റിസൾട്ട് നോക്കുമ്പോൾ പറയാൻ സാധിക്കുന്നു. 11,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിച്ചിരിക്കുകയാണ്. ആ നേട്ടത്തെ അവർക്ക് മതിമറന്നു പോകാനുള്ളതായി കണക്കാക്കാൻ സാധിക്കുമോ? അതായത് നിലത്തുറച്ച് നിൽക്കണം, ഒട്ടേറെ കാര്യങ്ങൾ ഇനിയുമുണ്ട്, പിഴവുകൾ പരിഹരിക്കാൻ ഏറെയുണ്ട്, ഓട്ടകൾ അടയ്ക്കാനുമുണ്ട് ഒട്ടേറെ. ഇത് തന്നെയല്ലേ മുന്നിലേക്ക് വരുന്ന ചിത്രങ്ങൾ? വളരെ സത്യമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇനി നടക്കാനിരിക്കുന്ന ഒരു റിലേ മത്സരത്തിൻ്റെ ഒന്നാമത്തെ ലാപ്പാണ്. ഈ ഒന്നാമത്തെ ലാപ്പിൽ അവർക്ക് ഏതാണ്ട് 40,000 വോട്ട് കണ്ണടച്ചുകൊണ്ട് കിട്ടുമെന്നുള്ളത് ഇപ്പോഴത്തെ റിസൾട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആ സാഹചര്യത്തിൽ 11,000 വോട്ട് ചെറുതല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം UDF ഇപ്പോൾ വിജയിച്ചത് തന്നെയാണ്. ആ മണ്ഡലത്തിലെ പല ഘടകങ്ങൾ വെച്ച് നോക്കുമ്പോൾ, ഉണ്ടായ പ്രശ്നങ്ങളും സംവാദങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ UDF ജയിച്ചത് തന്നെയാണ്. UDF-ൻ്റെ ക്രെഡിറ്റിന് ഒട്ടും കുറവ് പറയാൻ പറ്റില്ല. പക്ഷേ അവർക്ക് ഈ മങ്ങിയ ഒരു വിജയത്തേക്കാൾ കുറച്ചുകൂടെ കൂടിയത് നേടാമായിരുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ വിജയത്തിനേക്കാൾ കുറച്ചുകൂടെ തെളിഞ്ഞ വിജയം ഉണ്ടാകാമായിരുന്നില്ലേ എന്ന് നമുക്ക് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം കൂടെ. തീർച്ചയായിട്ടും 77,737 വോട്ടാണ് ആര്യാടൻ ഷൗക്കത്ത് അവിടെ പിടിച്ചത്. പക്ഷേ നോക്കുമ്പോൾ 19,760 വോട്ട് PV അൻവർ പിടിച്ചിരിക്കുകയാണ്. ആ നേട്ടം ചില്ലറയല്ല. മറുവശത്ത് M സ്വരാജിൻ്റെ സമ്പാദ്യം 66,660 വോട്ടാണ്. അവർക്ക് LDF-ന് 20,000 വോട്ടിൻ്റെ കുറവ് സംഭവിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാലം. മറുവശത്ത് നോക്കുമ്പോൾ PV അൻവർ എന്ന പഴയ അവരുടെ സ്ഥാനാർത്ഥി ഇപ്പോൾ 19,000
760ഓളം വോട്ട് നേടുമ്പോൾ അവരുടെ സമ്പാദ്യത്തിൽ നിന്നാണ് കൂടുതൽ പോയിരിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. അതിനകത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പുറത്തു പോയ വോട്ടുകൾ എത്ര. ഏതാണ്ട് 20,000 അടുപ്പിച്ച്, അതിലാണ്ട് 340 വോട്ടിൻ്റെ വ്യത്യാസമുള്ളൂ 20,000. അപ്പോൾ 20,000-ഓളം വോട്ട് അൻവർ പിടിക്കുകയും 8,000 ചില്ലുവാൻ ഏതാണ്ട് 9,000 അടുപ്പിച്ച് BJP പിടിക്കുകയും 2,000 ചില്ലുവാൻ വോട്ട് SDP പിടിക്കുകയും ചെയ്തപ്പോൾ 31,000-ഓളം അതിനടുപ്പിച്ച് വോട്ട് പുറത്തു പോയിരിക്കുകയാണ്. ആ പുറത്ത് നിൽക്കുമ്പോഴാണ് UDFന് പിന്നെ 11,077 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ അവിടെ UDFന് കിട്ടാമായിരുന്ന ഭൂരിപക്ഷം അൻവറിൻ്റെ കണക്ക് മാത്രം നോക്കിയാൽ തന്നെ ഏതാണ്ട് 30,000-ന് മുകളിൽ പോകുമായിരുന്നു. അൻവറിൻ്റെ വോട്ട് മാത്രം കണക്കിലെടുത്തല്ല. പക്ഷേ അത്രയ്ക്ക് പോയില്ല എന്ന് മാത്രമല്ല, അൻവറിനെ കൂടെ നിർത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ഫൈറ്റ് ഒരുപക്ഷെ ഈ വർഗീയതയും ജാതീയതയും ഒക്കെ വന്ന് മങ്ങാതെ നേരിട്ട് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാക്കി മാറ്റി ആൻറ്റി ഇൻകംബൻസി കൂടെ മുതലാക്കാൻ കുറെ കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ അത് 40,000 ആയിക്കൂടായിക്കുമില്ല. പക്ഷേ നോക്കുക, പലരും പറയുന്നുണ്ട് അൻവറിനെ ഒപ്പം നിർത്താമായിരുന്നു, അൻവറിനെ ഒപ്പം നിർത്താത്തത് രാഷ്ട്രീയമായി തെറ്റായ തീരുമാനമായി പോയി എന്ന്. കാരണം കണക്കുകൾ നോക്കുമ്പോൾ അതാണ് പറയുന്നത്. 19,760 വോട്ട് എന്ന് പറയുന്നത് ചില്ലറയല്ല. ഈ വോട്ട് സ്വന്തമാക്കാമായിരുന്നു, ഒരു പ്രശ്നവും ഇല്ല. ഈ വോട്ട് പ്ലസ് ഇത് അദ്ദേഹം നിന്നിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന മറ്റ് ചില സ്ട്രൈറ്റ് ഫൈറ്റിൻ്റെ ഇത് വരുമ്പോൾ കിട്ടാവുന്ന കുറേ വോട്ടുകൾ കൂടെ ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. ഈ പിണറായി വിജയനെതിരെ കരുത്തുറ്റ പോരാട്ടവുമായി പുറത്തേക്ക് ഡയറക്റ്റ് ഫൈറ്റാണ് നടത്തിയിരുന്നത്. ആ ഫൈറ്റ് കുറച്ചുകൂടി അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ചുകൂടെ കൂട്ടാമായിരുന്നു. അങ്ങനെ വിഷയം മറ്റൊന്നിലേക്കും അതൊന്ന് ഡൈവേഴ്സിഫൈ ചെയ്ത് പോകാതെ ഫോക്കസ്ഡ് ആയിട്ട് പിണറായി വിജയനെ ആക്രമിക്കാമായിരുന്നു, ഭരണപക്ഷത്തെ ആക്രമിക്കാമായിരുന്നു. അങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷേ ഇത് PV അൻവറാണ്. PV അൻവറിനെ പോലൊരു നേതാവിനെ ഒപ്പം നിർത്തുമ്പോഴുണ്ടാകുന്ന റിസ്ക് എന്ന് പറയുന്നത് ചില്ലറയല്ല. കഴിഞ്ഞ ദിവസം പോലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അത്തരത്തിലാണ്. കാരണം ഒരു കോമൺ സെൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത കുറേയേറെ കാര്യങ്ങളാണ് അദ്ദേഹം ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത്. ആഭ്യന്തരമന്ത്രി പദവി അല്ലെങ്കിൽ വനം മന്ത്രി, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. VD സതീശനെ മാറ്റുക, VD സതീശനെ വളരെ ശക്തമായ രീതിയിൽ ആക്രമിക്കുന്ന PV അൻവറിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. വീണ്ടും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇദ്ദേഹം എടുത്ത് പറയുന്നത്, കഴിഞ്ഞ ദിവസം പറയുന്നത് ഷൗക്കത്ത് ജയിക്കില്ല എന്ന് പറയുന്നു, 3-ാം സ്ഥാനത്തേക്ക് പോകുമെന്ന് പറയുന്നു. പിന്നെ പ്രത്യേക ജില്ല രൂപീകരിച്ച് മുന്നോട്ട് പോകണം എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്ന ഒരാൾ അദ്ദേഹത്തെ എങ്ങനെ വിശ്വസിച്ച്, കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ കടം ചോദിക്കുന്ന പോലെയാണ്. കടമില്ല എന്ന് പറഞ്ഞാൽ പിന്നീടുള്ള ടെൻഷൻ വേണ്ട. ഇതിപ്പോൾ ഇദ്ദേഹത്തെ മുന്നണിയിൽ എടുത്ത് വെച്ചിരുന്നു എങ്കിൽ ഇത് ഏത് തരത്തിലുള്ള തലവേദനകളാണ് സൃഷ്ടിക്കുക എന്നുള്ളത് VD സതീശൻ എന്ന നേതാവ് മുൻകൂട്ടി കണ്ട് ധീരതയോടെ എടുത്ത തീരുമാനം, അതിപ്പോൾ തന്നെ നമുക്ക് കൃത്യമായ ഒരു നിലപാട് ഉറപ്പിക്കുവാൻ UDFന് സാധിച്ചു എന്നൊക്കെയാണ് ഒരു വിലയിരുത്തൽ വരുന്നത്. ആ വിലയിരുത്തൽ ഒരു പരിധി വരെ ശരിയാണെന്ന് പറയാം. പക്ഷേ ആ വിലയിരുത്തലിന് ഒരു കുഴപ്പം എന്ന് പറയുന്നത് നേതൃത്വത്തിന് അത്തരത്തിലുള്ള ഒരാളെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് മാറ്റി നിർത്താനോ അല്ലെങ്കിൽ റീഡയറക്റ്റ് ചെയ്യാനോ കഴിയില്ല എന്നുള്ളതിൻ്റെ ഒരു പരാജയം കൂടെയാണ്. ഞാൻ അതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞത്, K കരുണാകരനായിരുന്നെങ്കിൽ ഇദ്ദേഹത്തെ പൂർണ്ണമായിട്ടും ഉപയോഗിച്ചേനെ ഈ സന്ദർഭത്തിൽ. ഞാനത് പറയാൻ കാരണം വെച്ചാൽ അദ്ദേഹം MERനെ ഉപയോഗിച്ചത് അങ്ങനെയാണ്. EMS നമ്പൂതിരിപ്പാടിന് പിടിച്ചു കെട്ടാൻ പറ്റാത്ത ആൾ, നായനാർക്ക് പിടിച്ചു കെട്ടാൻ പറ്റാത്ത ആൾ, VS അച്യുതാനന്ദനും ഗൗരിയമ്മയ്ക്കും പിടിച്ചു കെട്ടാൻ പറ്റാത്ത ഒരാൾ. ഒരുപക്ഷെ പിണറായി വിജയൻ അന്ന് അത്രയ്ക്ക് അദ്ദേഹം സീനിയർ അല്ല, എന്നാൽ പോലും അദ്ദേഹത്തിന് പോലും ആ ആളുടെ മുമ്പിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാത്ത ഒരു ആളിനെ തനിക്കെതിരെ ആ കാലഘട്ടങ്ങളിൽ മുഴുവൻ എതിർത്തുകൊണ്ടിരുന്ന ME രാഘവനെ കൂടെ നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ ഒരു പ്രത്യേകതയാണ്. അത്രയും വലിയൊരാൾ ഇന്ന് UDFൽ ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അല്ല, നമുക്കൊരിക്കലും MVRനെയും PV അൻവറിനെയും താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. കാരണം MVR എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് ചരിത്രം പരിശോധിക്കുന്നവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. പക്ഷേ PV അൻവറിൻ്റെ കാര്യം നോക്കുമ്പോൾ PV അൻവർ വോട്ട് പിടിച്ചു, 19,760 വോട്ട് പിടിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അതിന് ഒരു നൈതികതയുടെ മൂല്യത്തിൻ്റെ പിൻബലമുണ്ടാകണം. അവിടെയാണ് ഡിബേറ്റ് വരുന്നത്. അവിടെയാണ് VD സതീശന് വെയിറ്റേജ് ലഭിക്കുന്നത്. അതെങ്ങനെയെന്നറിയാമോ? ഇത്തരം ആൾക്കാരെ നമ്മൾ പ്രകോപിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ആ നേതൃത്വത്തിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഇത്തരം ആൾക്കാരെ പ്രകോപിപ്പിച്ചാൽ ഇനിയും ഇത് തന്നെ ആവർത്തിക്കും. ഇപ്പം നാളെ UDFൽ ഇദ്ദേഹത്തിനെ എടുത്താലും അദ്ദേഹത്തിനെ വേറെ ഏതെങ്കിലും വിധത്തിൽ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നാൽ അത് തന്നെ സംഭവിക്കും.
ഈ കാര്യങ്ങൾ തന്നെ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? നമുക്ക് നിർണായക നിമിഷമാണിത്. ഈ നിമിഷത്തിൽ ഫൈറ്റിനായി ഉപയോഗിക്കുകയും അത് കഴിഞ്ഞാൽ ഈ നിയന്ത്രണങ്ങളൊക്കെ നടത്താമല്ലോ. നമ്മുടെ ലക്ഷ്യം എന്താണ്? 26-ൽ 100 സീറ്റ് CM പദവി എന്നതാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ എത്തുമ്പോൾ നമുക്ക് പിന്നെ ഒരുപാട് സൗകര്യമാണ്. പിന്നെ ആ 5 വർഷത്തേക്ക് നമുക്ക് 31 വരെ സമയം കിടക്കുകയാണ്. പിന്നെ പേടിക്കണ്ട. പിന്നെ ആ 31 വരെ എന്തും നമുക്ക് മെരുക്കാം. ഇന്ന് ചെയ്യാൻ പാടില്ലാത്തത് അന്ന് ചെയ്യാൻ എളുപ്പമാണ്. മനസ്സിലല്ലേ? ഇന്ന് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പാടില്ലയോ അന്ന് ആ നിമിഷത്തിൽ 2026-ൽ 100 സീറ്റ് കൈവരുമ്പോൾ ചെയ്യാവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോഴേ ചെയ്താൽ പാലം കടക്കും മുമ്പേ നമ്മൾ കൂരായണ എന്ന് വിളിച്ചാൽ ചിലപ്പം ഈ കൂരായണം എന്ന് നമ്മളെ തള്ളിയിടും. ഓക്കെ, അതാണ് പ്രശ്നം. ഓക്കെ. പാലം കടന്നു കഴിഞ്ഞിട്ട് നമുക്ക് അദ്ദേഹത്തിനൊപ്പം ബോധ്യമാവും, ഞാൻ പാലം കടന്നും കഴിഞ്ഞു, ഇനി ഞാൻ ഇവരോടൊപ്പം നിൽക്കണം, ഇവർ പറയുന്നതും കൂടെ കേൾക്കണം എന്നൊരു തോന്നൽ വരും. ഇപ്പോൾ പാലം കൊലിക്കാനും തയ്യാറാവും. പക്ഷെ വേറൊന്ന് നമുക്ക് സമ്മതിക്കാതെ വയ്യ. ഈ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നത് അൻവർ വിവാദമാണല്ലോ. അൻവർ LDF വിവാദമാണ് ഇത്രയും വോട്ട് കുറച്ചത്. അതെ, അൻവർ LDFൽ നിന്ന് ഇറങ്ങി UDFിലേക്ക് കയറിയതുമില്ല. അതിനു മുമ്പ് അദ്ദേഹം സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെടുന്നു. കൂടാതെ തന്നെ പല ഡിമാൻഡുകളും മുന്നോട്ട് വയ്ക്കുന്നു. VD സതീശനെതിരെ പോരാടുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സാധ്യത അവിടെ അടയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷവും പുള്ളി ഫൈറ്റ് ചെയ്യുകയാണ്. അദ്ദേഹം വളരെ ശക്തമായ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റോട് കൂടി മുന്നോട്ട് പോകുന്നു. ഇത്രയും വോട്ട് നേടുകയും മാത്രമേ പറയുന്നുള്ളൂ. ഇത്തരം ഒരു ഫൈറ്ററെ നമ്മൾ കളയാൻ പാടില്ല, പ്രത്യേകിച്ച് നമ്മൾ പാലം കടക്കും മുമ്പ്. അപ്പോൾ കളഞ്ഞാൽ നമ്മുടെ കേരളം വന്ന് പാലം കുലുക്കും. ആ പാലം കുലുക്കിയാൽ അതിൻ്റെ ദോഷം ആർക്കാണ് വരുന്നത്? കേരളനല്ല, നമുക്കാണ് വരുന്നത്. ഓക്കെ, നമ്മൾ 100 പറഞ്ഞ സീറ്റിലേക്ക് പോകാനായിട്ട് ലക്ഷ്യം വെക്കുമ്പോൾ ആരെങ്കിലും വന്ന് നമ്മളെ പാലം കുലുക്കാതിരിക്കാനും കൂടെ നോക്കേണ്ടതല്ലേ? അത് കിട്ടിയ സന്ദർഭം ഉപയോഗിച്ചോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ എൻ്റെ പ്രശ്നം. അതാണ് അത് UDF ചിന്തിച്ചില്ലയോ അല്ലെങ്കിൽ അങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് ഭയന്നിരുന്നോ എന്നുള്ളതാണ് പ്രശ്നം. മെരുക്കാൻ കഴിയുന്നത് തന്നെയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് ഒപ്പം നിർത്താൻ അതിര് വിടുമ്പോൾ അത് ആ സമയത്തല്ലേ ആലോചിക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പോഴേ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ്. നമ്മളൊരു യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ ആ യുദ്ധത്തിന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പോരാളി ആരാണ്, എതിരാരാണ്, അവരെ നേരിടാൻ ഏതൊക്കെ കരുക്കൾ നമ്മളോടൊപ്പം നിർത്തണം. ആനയെ നിർത്തണോ, കുതിരയെ നിർത്തണോ, പാമ്പിനെ നിർത്തണോ, ഏതെല്ലാം നിർത്താൻ പറ്റുമോ അത് കൂടെ നിർത്തിക്കൊണ്ട് നമ്മൾ ഫൈറ്റ് നടത്തുക. ആ ഫൈറ്റിനിടയിൽ നമ്മുടെ വിജയം മാത്രമേ ലക്ഷ്യമാക്കാവൂ. ഓക്കെ, ഇപ്പോൾ അൻവർ പറയുന്നത് നടന്നില്ലെങ്കിൽ നമുക്ക് വലിയ അപകടം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അൻവർ പറയുന്നത് ബേപ്പൂർ മത്സരിക്കും, UDF അവസരം നൽകുകയാണെങ്കിൽ ബേപ്പൂർ മത്സരിക്കാം, റിയാസിനെ തോൽപ്പിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, അത് തന്നെ നിങ്ങൾ നോക്കൂ. വേറൊരാളാണെങ്കിൽ ഇങ്ങനെ പറയൂ. ഈ സന്ദർഭത്തിൽ അടുത്ത ഒരു പോർമുഖം തുറന്നിരിക്കുകയാണ്. LDFനെതിരെ ശക്തമായ വേറൊരു വിഷയമിട്ട് ഇവിടെ പിണറായിസമാണ് പറഞ്ഞതെങ്കിൽ ബേപ്പൂർ എന്ന് പറഞ്ഞുകൊണ്ട് മരുമകനിസം കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം ഇതുപോലെ മുദ്രാവാക്യങ്ങൾ ഇടാൻ ആർക്ക് കഴിയും? LDFിൽ ആർക്കെങ്കിലും കഴിയുമോ? അതോ അൻവറിനാണോ അതിനേക്കാൾ കൂടുതൽ കഴിയുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അൻവറിന് ഒരു കോൺഫിഡൻസ് കൂടുതലാണ് എന്ന് തോന്നുന്നു. കാരണം നേരത്തെ ബേപ്പൂർ മത്സരിക്കില്ല, താൻ വലിയടാവാനില്ല എന്ന് പറഞ്ഞ അൻവറാണ് ഇപ്പോൾ മത്സരിക്കാൻ തയ്യാറാണെന്ന് അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത്. അൻവറിന് ഇവിടുത്തെ സ്പന്ദനങ്ങൾ മനസ്സിലായി. പക്ഷേ ഇത് എല്ലായിടത്തും വർക്കാവണമെന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇത് നിങ്ങളുടെ ട്രെൻഡ് എങ്ങോട്ടാണെന്നുള്ളതാണ് പ്രശ്നം. UDF എന്ന് പറയുന്നത് ഏത് ട്രെൻഡിലാണ് പോകുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അവിടെ അന്തഃഛിദ്രം വന്നാൽ പോയി. നമ്മുടെ ഇടയിൽ അന്തഃഛിദ്രങ്ങൾ വരികയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ മാത്രമേ ഫോക്കസ് മാറിപ്പോവുള്ളൂ. ഇല്ലെങ്കിൽ ഇവിടെ 30,000-ന് പുറത്ത് വോട്ട് എന്തായാലും കിട്ടേണ്ടതല്ലേ? ഓക്കെ, നിസ്സാരമായിട്ട് 30,000-ന് പുറത്ത്. അപ്പോൾ ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന ചർച്ചകളിൽ അൻവറിന് വെയിറ്റേജ് കിട്ടും. UDFിനകത്ത് നടക്കുന്ന ചർച്ചകളിൽ എനിക്ക് അതാണ് തോന്നുന്നത്. ഈ സണ്ണി ജോസഫിൻ്റെ പ്രതികരണം അതാണ് സൂചന നൽകുന്നത്. ഇനി എനിക്ക് തോന്നുന്നു VD സതീശന് ഒരു സന്ധ്യ സംഭാഷണത്തിന് നിൽക്കേണ്ടി വന്നേക്കും. അപ്പോൾ VD സതീശൻ്റെ ഗ്രൗണ്ട് നഷ്ടപ്പെടുകയാണോ അവിടെ? ഇല്ലല്ലോ, ഒരിക്കലും നഷ്ടപ്പെടുന്നില്ലല്ലോ. ഒരാളെ നമ്മൾ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാൻ നമ്മുടെ യുദ്ധഭൂമിയിൽ കിട്ടുമ്പോൾ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് ആ നേതാവിന് എന്ത് നഷ്ടമാണ് വരുന്നത്? അയാൾക്ക് വീര്യം കൂടുകയല്ലേ? അതാണ് രാഷ്ട്രീയ തന്ത്രം എന്നാണ് പറയുന്നത്. അതാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്. കെ കരുണാകരനായാലും ഉമ്മൻചാണ്ടി ആയാലും പിന്നെ ഇവൻ AK ആന്റണി പോലും ഇത്തരം സന്ദർഭങ്ങളിൽ വളരെ സംയമനത്തോടു കൂടി ആ വിഷയത്തെ ആളിനെയും കൈകാര്യം ചെയ്യുന്നതാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്. എന്നാലും UDF നേതൃത്വം പറഞ്ഞിരിക്കുന്നത് ആ ഒരു കോൺഫിഡൻസിലാണ്. ഒരു 100 എന്നുള്ള ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയാണ്. ചങ്ക് കൊടുക്കാൻ പാർട്ടി പ്രവർത്തകരുണ്ടെങ്കിൽ വിജയം ഉറപ്പെന്ന് VD സതീശൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ് UDFന് മുന്നിൽ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്? അതിനുശേഷം നമുക്ക് LDFിലേക്ക് പോകാം. ഇപ്പോൾ UDFിൻ്റെ മുന്നിലുള്ള ഏറ്റവും വേഗത്തിൽ പരിഹരിക്കേണ്ട, അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? UDFിൻ്റെ മുന്നിലെ ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ
ടീം ഓർഡർ ശരിയാക്കുക. ഇപ്പം തന്നെ അൻവർ വിഷയം വന്നപ്പോൾ രണ്ടഭിപ്രായം അവിടെ വന്നില്ലേ? പിന്നെ കാൻഡിഡേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും നിശബ്ദരായി. കാരണം അത് ബാക്കിയുള്ളവരുടെ പക്വത കൊണ്ടാണ്. ബാക്കിയുള്ളവരും കൂടെ നിശബ്ദരായതുകൊണ്ടാണ് അൻവർ വിഷയം പിന്നെ വരാതിരിക്കുകയും ഇലക്ഷനിൽ അങ്ങനെ പോകാൻ കഴിഞ്ഞത്. ഏത് വിഷയം വന്നാലും ഇലക്ഷൻ കഴിയുന്നത് വരെ നമ്മുടെ കൂടാരം ഒന്നിച്ചു പോകാനും അതിന് വേണ്ട നയമെടുക്കാനും കഴിഞ്ഞില്ലെങ്കിൽ ആണ് അപാകത ഉണ്ടാകുന്നത്. ഓക്കെ, ആ അപാകതയാണ് ഈ നിലമ്പൂരും സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിലമ്പൂർ ജയിച്ചതാണ് ഒരു വിജയം തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ വലിയൊരു വിജയം ആദ്യ റൗണ്ടിൽ, അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യ റൗണ്ടിൽ ഇതിനേക്കാൾ കൂടുതൽ മുന്നേറാൻ കഴിയുമായിരുന്നു. ആ മുന്നേറ്റം ഇനി അടുത്ത റൗണ്ടിൽ പിടിക്കേണ്ടിയിരിക്കുന്നു. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് എന്നുള്ള റൗണ്ടിൽ ഇനി വീണ്ടും ഇതിനേക്കാൾ പ്രഗത്ഭമായ ഒരു വിജയത്തിന് വേണ്ടി നിൽക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണെന്ന് തോന്നുന്നു. കാരണം LDFന്റെ ഒരു കുത്തകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതെ, അത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം ഭരണവിരുദ്ധ വികാരം വലിയ തോതിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഈ 4 ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കണ്ടതാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. പക്ഷെ അത് എങ്ങനെ ഫോക്കസ് ചെയ്യുന്നു, എങ്ങനെ അത് നേരിടുന്നു, എങ്ങനെ അത് വോട്ടാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വോട്ട് നേടി, ഇവിടെ വിജയവും ഉണ്ടായി. പക്ഷേ ഇതല്ലായിരുന്നല്ലോ ഇവിടുത്തെ വിജയം. ഓക്കെ, ഇവിടുത്തെ വിജയം 30-ലധികമോ 40-ഓ ആയിരുന്നു. അതുണ്ടായില്ല എന്നുള്ളതാണ്. ആ വിജയമാണെങ്കിൽ വിജയമാണ്. ഓക്കെ, ഇനിയിപ്പോൾ LDFിലേക്ക് പോകുമ്പോൾ LDF എനിക്ക് തോന്നുന്നില്ല ഈ തോൽവി അംഗീകരിക്കാൻ തയ്യാറാകും എന്ന് തോന്നുന്നില്ല. അവർ പറയുന്നത് ഇത് വർഗീയ ശക്തിയായി കോൺഗ്രസ് മാറുന്നതിന് നിലമ്പൂർ സാക്ഷ്യം വഹിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്കിനി ഒരു ന്യായീകരണം കണ്ടെത്തേണ്ടിയിരിക്കുന്നെന്ന് തോന്നുന്നു. നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒന്ന്, പിണറായി വിജയനും സ്വരാജും ഒക്കെ പറഞ്ഞത് ഭരണത്തിൻ്റെ വിലയിരുത്തലാകും നിലമ്പൂർ എന്നാണ്. അപ്പോൾ അവരുടെ വാദങ്ങളെല്ലാം പൊട്ടി പാളീസാവുന്ന കാഴ്ചയല്ലേ കാണുന്നത്? അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 20,000 വോട്ട് അൻവറും ഏതാണ്ട് 10,000 വോട്ട് പിന്നെ BJPയും SDPയും കൂടെ ചേർന്ന് പിടിച്ച് 30,000 വോട്ട് ഇവിടെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. പോൾ ചെയ്ത 1,70,000-ൽ 30,000 വോട്ട് ക്ലീനായിട്ട് മാറി. എന്നിട്ടും UDFന് 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഭരണവിരുദ്ധ വികാരം ഇല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിക്കണ്ടേ? അതും LDF പഠിക്കേണ്ട ഒരു സാധനം തന്നെയാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന്. ഇന്നിപ്പോൾ ഞാൻ സ്വരാജിൻ്റെ ഒരു സ്പീച്ച് കേട്ടു. ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഇവിടെ പവർ കട്ട് അവസാനിപ്പിച്ചത്. ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞു. അത് ജനങ്ങൾ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞതാണ്, പവർ കട്ട് എന്ന് പറയുന്നത് ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഇല്ലാതാക്കിയത്. എന്നിട്ട് ജനങ്ങൾ ഞങ്ങൾക്ക് അപ്പോൾ അത് വേണ്ടെന്നാണോ? പവർ കട്ട് വീണ്ടും വരണമെന്നാണോ? അങ്ങനെയല്ല. പവർ കട്ട് മാറ്റാനായിട്ട് നമ്മളൊരു കരാറുണ്ടാക്കി. ആ കരാറിലാണ് നമ്മൾ 3 കമ്പനികളുമായിട്ട് ചേർന്ന് പിന്നെ കറണ്ട് കറണ്ട് എടുക്കാനായിട്ട് തീരുമാനിച്ചത്. ആ കറണ്ട് എടുക്കാൻ തീരുമാനിച്ചതിൽ കരാർ ഉണ്ടായിരുന്നതിൽ ദീർഘകാല കരാറായിരുന്നു. ആ ദീർഘകാല കരാറ് 4.6 ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ 8 രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത്. ആ കരാർ റദ്ദാക്കി. ആ കരാർ റദ്ദാക്കരുതെന്ന് അന്നത്തെ KCB ചെയർമാനും പിന്നീട് വന്ന KCB ചെയർമാൻ ശ്രീ അശോകും മുമ്പത്തേത് ചീഫ് സെക്രട്ടറി ആയിരുന്ന പോൾ ആൻ്റണിയും പറഞ്ഞതാണ്. അത് കരാർ റദ്ദാക്കരുത്, റദ്ദാക്കി കഴിഞ്ഞാൽ KCBക്ക് ഭാരം കൂടും. ആ ഭാരം മുഴുവൻ ജനങ്ങളുടെ മേൽ വരും. ഇപ്പോൾ കറണ്ട് അടിക്കുന്ന നിരക്ക് വന്നതിൻ്റെ ഒരു കാരണം അതും കൂടെയാണ്. അപ്പം ഇത്തരത്തിൽ ഉള്ള വികസനങ്ങളാണ് വന്നിട്ടുള്ളതെന്നാണ് പ്രശ്നം. പവർ കട്ട് നിന്നു. പക്ഷേ പവർ കട്ട് ആ കരാറ് നിർത്താതിരുന്നെങ്കിൽ പവർ കട്ട് വരാതിരുന്നേനെ. അത് വീണ്ടും പുതിയ കരാറുണ്ടാക്കിയപ്പോൾ എന്തിനാണ് എന്നുള്ളത് ചോദ്യം ഉദിക്കുകയല്ലേ. അപ്പം ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾ അനലൈസ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ആ അനലൈസും കൂടെയാണ് നിലമ്പൂരിലെ വോട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിലമ്പൂരിലെ വോട്ടർമാർ പ്രബുദ്ധമായ രാഷ്ട്രീയ വോട്ടാണ് ചെയ്തത്. രാഷ്ട്രീയക്കാർ വർഗീയം പറഞ്ഞെങ്കിലും ജനങ്ങൾ രാഷ്ട്രീയമായി വോട്ട് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എനിക്കൊന്ന് കുറേയേറെ സർക്കാരിന് സംഭവിച്ച വീഴ്ചകൾ ഏറിലുണ്ട്. എനിക്ക് തോന്നുന്നു ജനങ്ങൾക്കിടയിലേക്ക് വരുന്നുണ്ട്. അത് ഇപ്പോൾ ഈ എതിർ പാർട്ടികൾ എത്തിച്ചില്ല എങ്കിൽ തന്നെയും സോഷ്യൽ മീഡിയ എത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഒന്ന്, ഈ ആശാ വർക്കർമാരുടെ സമരം, മറ്റേ റാങ്ക് ലിസ്റ്റിൽ കയറിക്കൂടിയ ഉദ്യോഗാർത്ഥികളുടെ സമരം, അവരുടെ യാചന, അവർ നടത്തിയ സമരം, അതിൻ്റെ രീതി, ഇതെല്ലാം ജനങ്ങൾക്ക് ഇടയിലേക്ക് ചെല്ലുന്നതാണ്. ഒപ്പം സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ ഈ സർക്കാർ ഇക്ഷ ഇപ്പം വരപ്പിക്കുന്നു. അവരുടെ ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നരകതുല്യമാക്കിക്കൊണ്ടിരിക്കുന്നതും പ്രതികാരം തീർക്കുന്നതും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സർവീസിൽ നിന്നും പിരിഞ്ഞുപോയ സിസ തോമസ് എന്ന ഉന്നത ഉദ്യോഗസ്ഥയ്ക്ക് നേരിടേണ്ടി വരുന്ന ആ ദ്രോഹം അതും ജനങ്ങൾ കണ്ടതാണ്. അവർക്ക് അർഹമായ പെൻഷൻ പിടിച്ചു വെച്ചിരുന്നു. കോടതിക്ക് ഇടപെടേണ്ടി വന്നു.
എത്ര കഷ്ടമാണ്, എത്ര നരകതുല്യമാണ് എന്ന് ജനങ്ങൾ ചിന്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചു ഇവരുടെ ഈ പ്രതികാര ബുദ്ധിയും ദുർഭരണവും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കൊണ്ടെത്തിച്ചു എന്ന് ജനങ്ങൾ ചിന്തിക്കുകയല്ല, ജനങ്ങൾ അനുഭവിക്കുന്ന, ഇപ്പം താങ്കൾ പറഞ്ഞപ്പോൾ പറഞ്ഞ എല്ലാ സെക്ടറുകളും പെട്ടിരിക്കുകയാണ്. കർഷകർ പെട്ടിട്ടുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥൻ പെട്ടിട്ടുണ്ട്, പിന്നെ സാധാരണക്കാരൻ പെട്ടിട്ടുണ്ട്, എലക്ട്രിസിറ്റി ഉപഭോക്താവ് പെട്ടിട്ടുണ്ട്, വന്യജീവി പ്രശ്നത്തിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വിഭാഗങ്ങൾക്കും ഓരോരോ വിധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ആൻറ്റി ഇൻകംബൻസി എന്ന് നമ്മൾ പറഞ്ഞത്. ആ പ്രശ്നങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് UDF എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെ തടയിടാൻ എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് പ്രധാന പ്രശ്നം. നമ്മൾ ഒരു പ്രസ് കോൺഫറൻസ് നടത്തുന്നതും നിയമസഭയിൽ ഒരു പ്രസംഗം നടത്തുന്നതും പോലെയല്ല ജനങ്ങളോടൊപ്പം നിന്ന് ഈ ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സമരം നടത്തുകയും അവർക്ക് മുന്നേ നിന്ന് പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. ഇതാണ് VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് കിട്ടിയിരുന്ന 15 വർഷം പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ് VS അച്യുതാനന്ദൻ. അദ്ദേഹം ഈ പോരാട്ടം നടത്തിയത് 82 വയസ്സ് 90 വയസ്സോട് അടുപ്പിച്ചാണ്. അതെ, 90 വയസ്സ് വരെ അദ്ദേഹം ഈ തരം പോരാട്ടങ്ങൾ, മതികെട്ടാൻ മലയുടെ മുകളിൽ കയറുന്നത് മുതൽ മുണ്ട് മടക്കി കുത്തി ഇറങ്ങുകയാണ്. 15 വർഷമായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനേക്കാൾ കൂടുതൽ നാൾ പ്രതിപക്ഷ നേതാവായിട്ടാണ് ഇരുന്നത്. ആ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ജനങ്ങളോടൊപ്പം നിന്ന് പോരാടിയതിൻ്റെ ഒരു പ്രതിഫലമായിട്ടാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയതും പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വരണമെന്നും ജനങ്ങൾ ആഗ്രഹിച്ചതും. ജനങ്ങൾ തന്നെ തെരുവിലിറങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. അതെ, സീറ്റ് നിഷേധിച്ചപ്പോൾ, അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടി സീറ്റ് നിഷേധിച്ചപ്പോൾ ജനങ്ങൾ തന്നെ തെരുവിലിറങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും പലരും വിങ്ങി പൊട്ടുന്ന സന്ദർഭങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹം 15 വർഷത്തെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരുന്നപ്പോൾ ആ ഒരു ഒറ്റ സ്ട്രെച്ച് അല്ല, പല പ്രാവശ്യങ്ങളായിട്ടാണ്. ആ ഓരോ 5 വർഷത്തിലും അദ്ദേഹം ചെയ്തിട്ടുള്ള, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനം ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഞങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട്. എൻ്റെ വേദന അദ്ദേഹം തടുത്തിട്ടാണ് പിന്നെ എൻ്റെ മുതുകിൽ കൊണ്ടത്, അല്ലെങ്കിൽ നെഞ്ചിൽ കൊണ്ടത് എന്ന് ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു പത്രപ്രസ്താവനയോ അല്ലെങ്കിൽ നിയമസഭയിലെ ഒരു പേപ്പർ അടിച്ചുള്ള പ്രസംഗത്തിലോ അവസാനിക്കില്ല, അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് അത്രയും ഏശുകില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ. അല്ല, ഇത് നേരിട്ട് പോകേണ്ടത് VD സതീശന് മുന്നിലാണ്. അതെ 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 VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹം സ്വയം വിലയിരുത്തേണ്ട സമയം അതിക്രമിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രി ആകണമെങ്കിൽ, ജനങ്ങൾ അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് ആദ്യം ചിന്തിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? ഇത് VS അച്യുതാനന്ദനെ പോലെ ഞങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾക്കും ഞങ്ങളുടെ മുമ്പിൽ നിന്ന് ഫൈറ്റ് ചെയ്ത ആളാണെന്ന് പറയണ്ടേ? അതാണ് പ്രതിപക്ഷ നേതാവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ക്യാബിനറ്റ് മിനിസ്റ്ററുടെ അതേ റാങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവിനെ നമ്മൾ വെച്ചിരിക്കുന്നത് ഷാഡോ മുഖ്യമന്ത്രിയെ പോലെയാണ്. മുഖ്യമന്ത്രിക്ക് ഒരു തെറ്റ് പറ്റിയാൽ ഈ ഷാഡോ മുഖ്യമന്ത്രി തിരുത്തണം, തിരുത്തുന്നില്ലെങ്കിൽ തടഞ്ഞു നിർത്തി ജനങ്ങൾക്കെതിരെ ഇത് കൊണ്ടുവരരുതെന്ന് പറയാൻ കഴിയണം. അപ്പോഴാണ് ഇതിന് ശക്തി. എനിക്ക് തോന്നുന്നു വേറൊന്ന്, ഈ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ വളരെ പ്രസക്തമായിരുന്നു. അതിലൊക്കെ തന്നെ പിണറായി വിജയൻ സർക്കാരിന് തിരുത്തൽ വരുത്തേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ വലിയൊരു പ്രക്ഷോഭമായി വിജയിപ്പിച്ചെടുക്കുവാൻ, അതിൻ്റെ ക്രെഡിറ്റ് നേടിയെടുക്കുവാൻ UDFന് കളക്റ്റീവായ ശ്രമം നടത്താൻ സാധിച്ചില്ലെന്ന് തോന്നുന്നു. അത് ഈ അവസാന നിമിഷത്തെ കസേരയിലേക്കുള്ള ഓട്ടം വരുമ്പോൾ സംഭവിച്ചു പോകുന്നതാണ് പലപ്പോഴും. അത് വരാതിരിക്കാനാണ് UDF ആദ്യം. അങ്ങനെ ഇപ്പോൾ രമേശ് ചെന്നിത്തല വിജയിക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾക്ക് ക്രെഡിറ്റ് വരണ്ട എന്ന് വിചാരിച്ചു പോയാൽ എന്നിട്ട് അടുത്ത ആള് അബദ്ധത്തിലാവുകയാണ്. ആ നേതാവിന്റെ ക്രെഡിറ്റ് പലപ്പോഴും അബദ്ധത്തിലാവുകയാണ്. ആ ഒരു പ്രശ്നം കൂടെ അത് ആ ബാറ്റൺ VD സതീശന്റെ കയ്യിൽ കിട്ടിയപ്പോൾ VD സതീശനും അതേ പ്രശ്നം നേരിടുന്നുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നേരിടും. അതുകൊണ്ടാണ് അദ്ദേഹം അൻവറിന്റെ കാര്യത്തിൽ ഒരു കോഷൻ വെച്ചത്. കാരണം ഈ ആളിങ്ങ് കയറി വന്നാൽ ഇതിനെ വേറെ ചിലർ എനിക്കെതിരെ മിസ്യൂസ് ചെയ്യുമോ എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവാം. അതൊരു പ്രശ്നമാണ്. ആ പ്രശ്നവും നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം നമ്മുടെ ഓർഡർ ശരിയാക്കുന്ന ഒരു പ്രശ്നം കൂടെ അതിനകത്ത് ഉണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു അത് പ്രതിപക്ഷത്തിൻ്റെ കാര്യവും ഭരണപക്ഷത്തിൻ്റെ കാര്യവും നമ്മൾ പറയുമ്പോൾ മറ്റൊരു കക്ഷി കൂടിയുണ്ട്, NDA BJPയുടെ പ്രകടനം. അവർ കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ടിന് സമാനമായിട്ടുള്ള സമ്പാദ്യം ഇക്കുറി നടത്തിയിട്ടുണ്ട് നിലമ്പൂരിൽ. അവരുടെ പ്രകടനവും നിർണായകമായിരിക്കും. അവരൊരു പരീക്ഷണമാണ് നടത്തിയത്. മോഹൻ ജോർജ് എന്ന സ്ഥാനാർത്ഥിയിലൂടെ പരീക്ഷണം നടത്തി. ആ പരീക്ഷണം മോശമായില്ലെന്ന് തോന്നുന്നു. വലിയ പരിശ്രമമൊന്നും ഇല്ലാതെയാണ് അവർ ഇത്രയും വോട്ട് നേടിയത്. അല്ല, നല്ല പരീക്ഷണമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്നറിയാമോ, അല്ലായിരുന്നെങ്കിൽ അവർക്ക് ഇത്രയും വോട്ട് പോലും കിട്ടില്ല. അവിടെ ഒരു ടൈറ്റ് ഫൈറ്റാണ് നടക്കുന്നത്. LDF തങ്ങളുടെ ഭരണത്തിൻ്റെ മുഴുവൻ മിഷനറി ഉപയോഗിച്ചുകൊണ്ട് അവിടെ വീടാന്തരം എത്തി വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു. UDF അതുപോലെ തങ്ങളുടെ മുഴുവൻ നേതാക്കളെയും ഇറക്കി വീടാന്തരം കയറി വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു.
അൻവർ ഇതിന് രണ്ടിനും ഇടയ്ക്ക് വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിക്കൊണ്ട് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു. ആ ഒരു സ്ഥലത്ത് ബി ജെ പിക്ക് പ്രസക്തിയില്ലായിരുന്നു. ബി ജെ പിയുടെ പ്രസിഡന്റ് പറഞ്ഞത് കറക്റ്റാണ്, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് കറക്റ്റാണ്, ഈ ഇലക്ഷനിൽ നമുക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല എന്ന് പറഞ്ഞത് കറക്റ്റ്. പക്ഷേ എന്നിട്ട് പോലും അവർക്ക് അവരുടെ വോട്ട് ഏതാണ്ട് അതുപോലെ പിടിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അവർക്കൊരു കേഡർ സ്വഭാവത്തിലുള്ള വോട്ടുണ്ട്. ക്രിസ്ത്യൻ വോട്ടുകൾ അധികം വീണിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. അതൊക്കെ പലതും UDF ഒക്കെ ആയിരിക്കും പോയിട്ടുള്ളത് എന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അവരുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡ് നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് അവരുടെ ഒരു മണ്ഡലമേ അല്ല. അതെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യപ്പെട്ട വോട്ടുകൾ നിയമസഭാ സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ 11 ഒന്നാം സ്ഥാനം, 10 9 രണ്ടാം സ്ഥാനം, 10 മൂന്നാം സ്ഥാനവും എത്തുവാൻ 5000 വോട്ടിന് താഴെ മൂന്നാം സ്ഥാനമുള്ള 10 ഇടങ്ങൾ ഉണ്ട്. അപ്പോൾ ഏകദേശം 30ഓളം വരികയാണ്. 30ഓളം സീറ്റുകളിൽ അവർക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ശക്തമായ പോരാട്ടം നടത്താൻ സാധിക്കും. ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF അവർ രണ്ടാം സ്ഥാനത്തോ ഒന്നാം സ്ഥാനത്തോ നിന്നാണ് ഫൈറ്റ് ചെയ്യുന്നത്. ആ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം 100-ൽ 140-ൽ 110 സീറ്റിൽ മാത്രമേ LDF UDF ഫൈറ്റ് വരുന്നുള്ളൂ. അവിടെയും പല സീറ്റുകളിലും NDA ഉണ്ട്. അവർക്ക് ഇപ്പോൾ 5000 വോട്ടുള്ളതാണ് ഈ പറഞ്ഞത്. അതിനേക്കാൾ 10000 വോട്ടുള്ള പല സ്ഥലങ്ങളും ഉണ്ട്. 10000 വോട്ടിൻ്റെ വ്യത്യാസമുള്ളത്. എനിക്ക് തോന്നുന്നു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയില്ല എങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിലെ ചില സാഹചര്യങ്ങൾ കാണാതിരുന്നുകൂടാ. ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു ലക്ഷ്യം അവർക്കുണ്ട്. അപ്പോൾ അതിനായി കേരളത്തിൽ അവർ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുമോ ഇല്ലയോ എന്നുള്ള ചർച്ച സജീവമാണ്. തിരശ്ശീലയ്ക്ക് പിന്നിലെ നീക്കുപോക്കുകളുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനാണോ ഗോവിന്ദ മാഷ് RSSനോട് അത്രയ്ക്ക് വലിയ വിരോധമൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞത് എന്ന് സംശയിച്ച ഒരുപാട് പേരുമുണ്ട്. അതെ, അങ്ങനെ കഴിഞ്ഞ ഇലക്ഷനിൽ പോലും. പക്ഷേ അത് മുഖ്യമന്ത്രി പിന്നെ തിരുത്തി. പക്ഷേ ഇപ്പോൾ ഇന്ന് റെഡ് ആർമി എന്നുള്ള ഒരു സോഷ്യൽ മീഡിയ പേജിൽ നന്ദിയുണ്ട് മാഷേ എന്ന് ഗോവിന്ദൻ മാഷിനെ പരിഹസിച്ചുകൊണ്ടൊരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് അത് ചർച്ചയായതോടുകൂടി അത് പിൻവലിക്കുകയുണ്ടായി. പക്ഷേ വോട്ടിങ്ങിൻ്റെ തലേ ദിവസം അദ്ദേഹം നടത്തിയ ആ ഒരു പ്രസ്താവന എനിക്ക് തോന്നുന്നു അവർ ഡെസ്പറേറ്റ് ആയിരുന്നു. ഹിന്ദു വോട്ട് നേടാനും ഏതൊക്കെ സോഴ്സിൽ നിന്ന് വോട്ട് കിട്ടാൻ സാധിക്കുമോ അതെല്ലാം സ്വരൂപിക്കാനുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് നടന്നു. ആ ഒരു ഡെസ്പറേറ്റ് ആയി നടത്തിയ ശ്രമമാണ് തിരിച്ചടിയായി ആ വിഷയത്തിലുണ്ടായത്. ഹിന്ദു വോട്ടുകൾ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്ന സരസ്വതി വിലാസം കാരണം ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് അത് ശരിയാണ്. രാഷ്ട്രീയ നേതാക്കൾ എത്ര വമ്പന്മാരായാലും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്ത് നിൽക്കുന്നവരാണെങ്കിലും ജനങ്ങളുടെ ഇമോഷൻസിനെ, അത് ഹൈന്ദവരാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ക്രൈസ്തവരാണെങ്കിലും അവരുടെ ഇമോഷൻസിനെ, അവരുടെ വിശ്വാസങ്ങളെ ഒരു വില പോലും പുല്ല് പോലും കൽപ്പിക്കാതെ നെഞ്ചിൽ കയറി നിന്ന് താണ്ഡവം നടത്തുന്നത് പോലെ കാണിച്ചിട്ട് പിന്നീട് അവർക്ക് മുന്നിലേക്ക് ഏത് അടിസ്ഥാനത്തിൽ വോട്ട് ചോദിക്കാൻ പോകും? നിങ്ങളുടേതായിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ടാകും, അതനുസരിച്ച് പൊക്കോട്ടെ. പക്ഷേ ജനങ്ങളുടെ നെഞ്ചിൽ കയറി നിന്ന് താണ്ഡവമാടാൻ ശ്രമിച്ചാൽ, ജനങ്ങളെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചാൽ, അതിനി ഏത് ദേവേന്ദ്രനാണെങ്കിലും ജനങ്ങൾ പകരം ചോദിച്ചിരിക്കും. അവർ അത് പെട്ടെന്നൊന്നും മറക്കില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. 1000 വീഡിയോസ് ആയിട്ടും ക്ലിപ്പിംഗ്സ് ആയിട്ടും ആ നിലമ്പൂർ മണ്ഡലത്തിൽ ഓടിക്കളിക്കുകയായിരുന്നു. അപ്പോൾ ഹിന്ദു വോട്ടുകളിൽ തങ്ങൾക്ക് ഒരു സേ ഇല്ലാതെ വരുമോ എന്ന് സംശയിച്ചതിൻ്റെ ഫലമാണോ ഗോവിന്ദ മാഷ് ഇങ്ങനെ പറഞ്ഞതെന്നും പലരും വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വേണ്ടാദിനങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ ആ പറയുന്നവർക്ക് പിന്നീട് അതിൻ്റെ വില കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ ഏറ്റവും വലിയ ഗതികേടല്ലേ സംഭവിച്ചിരിക്കുന്നത്. കാരണം 2015 നിയമസഭയിലേക്ക് നടന്ന 2 തെരഞ്ഞെടുപ്പുകളിൽ അടുപ്പിച്ച് തോറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് സ്വരാജാണ്. ഒന്ന് തൃപ്പൂണിത്തറയിൽ തോറ്റു. അത് കഴിഞ്ഞിപ്പം അത് ഈ 21 ഇലക്ഷനാണെങ്കിൽ 21 ഈ ഇലക്ഷൻ്റെ അവസാനം വരുന്നത് വീണ്ടും നിലമ്പൂർ വന്നൊരു തോൽവിയാണ്. അവിടെയും ഇതെൻ്റെ നാടാണ് എന്ന് പറഞ്ഞ് തൃപ്പൂണിത്തറയിൽ വന്നു. ഇതെൻ്റെ സ്വന്തം നാടാണെന്ന് പറഞ്ഞ് നിലമ്പൂരും വന്നു. ആ 2 സ്വന്തം നാട്ടിലും അദ്ദേഹത്തിന് പരാജയം സംഭവിച്ചു. അതുകൂടാതെ ഇടതുപക്ഷത്തിൻ്റെ തന്നെ വികാരമായ VS അച്യുതാനന്ദനെതിരെ അദ്ദേഹം അതിന് പിന്നാലെ പല വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ വാദങ്ങൾ നടക്കുന്നുണ്ട്. എങ്കിൽ പോലും ജനങ്ങളുടെ മനസ്സിലുണ്ട് അത് എന്താണ് ക്യാപിറ്റൽ പണിഷ്മെന്റും പട്ടിക്കിട്ട് കൊടുക്കും എന്നുള്ള പരാമർശവും ഒക്കെ തന്നെ ജനങ്ങൾക്ക് മുന്നിലുണ്ട്. ഇത് ഒരു നേതാവും അഹങ്കാരം എന്ന് പറയുന്നത് അലങ്കാരമാക്കാൻ പാടില്ല. തീർച്ചയായിട്ടും ഇത് ചിലരങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതായത് ഞങ്ങളുടെ കേഡർ സ്വഭാവമുള്ളൊരു പാർട്ടിയാണ്, ഈ പാർട്ടി വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് വോട്ടും എവിടെയും എപ്പോഴും ഞങ്ങൾക്ക് പിടിച്ചടക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ പറ്റില്ല. അത് ചില നേതാക്കളുടെ തെറ്റിദ്ധാരണയാണ്. അത് ചില നേതാക്കൾക്ക് എനിക്ക് തോന്നുന്നു തൻ്റെ ഇടവും
ധാർഷ്ട്യവും തമ്മിൽ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. തൻ്റെ ഇടയായിരിക്കണം ഏത് കൊലകൊമ്പന് മുന്നിലും ഏത് വെല്ലുവിളിക്ക് മുന്നിലും തൻ്റെ നിലപാടുകൾ അറിയിച്ചുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്ന് പോരാടുവാൻ തൻ്റെ ഇടയായിരിക്കണം. തൻ്റെ ഇടകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ അതല്ല, ധാർഷ്ട്യവും അഹങ്കാരവും മറുവശത്ത് നിൽക്കുകയാണ്. രണ്ടാണ്. കാരണം നമ്മളിപ്പോൾ പറയുന്നുണ്ട് വി ഡി സതീശൻ പിന്നെ ഒരു കടുംപിടുത്തം പിടിച്ചു. ആ കടുംപിടുത്തത്തിന് നമുക്കൊരു ധാർഷ്ട്യമായിട്ട് തോന്നുന്നില്ല. അതെ, അത് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടാണ്. ആ നിലപാട് അദ്ദേഹം തുടരാമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അങ്ങനെ ചെയ്യാതിരുന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കുറെ കൂടെ പൊലിപ്പിക്കാമായിരുന്നില്ല എന്ന് മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. അത് ധാർഷ്ട്യമായിട്ട് നമ്മൾ കാണുന്നില്ല. അവിടെയാണ് ഇതിൻ്റെ വ്യത്യാസം. തീർച്ചയായിട്ടും ധാർഷ്ട്യം അവിടെ ഇല്ല. അവിടെ അദ്ദേഹം കടുംപിടി പിടിച്ചു. ആ പിടിച്ചത് തൻ്റെ വിശ്വാസത്തിലാണ് പിടിച്ചത്. പക്ഷേ ഇത് അങ്ങനെയല്ല. തനിക്ക് പിന്നെ ദോഷം വരുന്ന വിധത്തിൽ തന്നെ, അല്ലെങ്കിൽ തൻ്റെ പ്രസ്ഥാനത്തിന് ദോഷം വരുന്ന വിധത്തിൽ ചില അടികൾ അടിക്കുമ്പോൾ അത് ഇന്നലെ മുഖ്യമന്ത്രി പറയുണ്ടായി, മൈക്ക് കിട്ടിയെന്ന് വെച്ചിട്ട് എന്തും പറഞ്ഞു കളയരുത്. അദ്ദേഹത്തിന് ഓർമ്മയുണ്ട് ശബരിമല വിഷയം. അതെ അതെ അതെ, അത് ഒരാളോടല്ല അദ്ദേഹം പറഞ്ഞത്, മനസ്സിലായില്ലേ? പാർട്ടി സെക്രട്ടറി മുതൽ താഴെത്തട്ടിലുള്ള ബ്രാഞ്ച് മെമ്പറോക്ക് വരെ പഠിക്കേണ്ട ഒരു പാഠമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, കേരളം എന്ന് പറയുന്നത് ബഹുസ്വരതയുടെ ഒരു പ്രതീകമാണ്. എല്ലാ ജാതിമത വിഭാഗങ്ങളും സമത്വഭാവേന ജീവിക്കുന്ന സ്ഥലമാണ്. അവിടെ വന്ന് ഒരു വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടാൻ മറുവിഭാഗത്തെ അടിച്ചു താഴ്ത്തുന്ന രീതി രാഷ്ട്രീയ രംഗത്ത് അതാരായാലും അത് അവസാനിപ്പിക്കേണ്ടത് തന്നെ. മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. അതെ, ആ സത്യം നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ ആ ബേസിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഹിന്ദുക്കളെ പുച്ഛിക്കുന്നത്. അവിടെ അമ്പലത്തിൽ പോകുന്നവരും പൊട്ട് തൊടുന്നവരും ഒക്കെ ഒരുപാട് പേരുണ്ട്. അവരെല്ലാം അവരെല്ലാം ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരാവണമെന്നും ദൈവവിശ്വാസി അല്ലാത്തവരും അല്ല എന്നുള്ളത് പാർട്ടിക്കാർക്ക് എല്ലാം അറിയാവുന്നതാണ്. പക്ഷെ അതെന്തുകൊണ്ട് അൻവറിന് സ്വരാജിന് മനസ്സിലായില്ല എന്ന് മാത്രമേ എനിക്ക്. സ്വരാജ് മറക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുൻഗാമികളുടെ ത്യാഗവും അവരുടെ ഉജ്ജ്വലമായിട്ടുള്ള പ്രവർത്തന ചരിത്രവുമാണ്. അവരൊക്കെ തന്നെ എത്രയും വലിയ നേതാക്കളായിരുന്നെങ്കിൽ പോലും, തിന്മകൾക്കെതിരെ ശബ്ദമുയർത്തിയവരാണെങ്കിൽ പോലും ഒട്ടുമിക്ക സമയത്തും ഒരിക്കലും അഹങ്കാരികളായിരുന്നില്ല. രാഷ്ട്രീയ നേതാക്കൾ എതിരാളിയുടെ വികാരവും കൂടെ ഉൾക്കൊണ്ടാൽ മാത്രമേ അവർക്ക് രാഷ്ട്രീയത്തിൽ നിൽക്കാൻ കഴിയുള്ളൂ. എതിരാളിയുടെ വികാരമാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ വികാരത്തേക്കാൾ എതിരാളിയുടെ വികാരം എത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു അത്രത്തോളം വോട്ടുകൾ നമുക്ക് സമാഹരിക്കാൻ. കാരണം ഇത് കേരളമാണ്. കേരളത്തിൽ അഹങ്കാരികളെ മലയാളികൾ വെച്ച് പൊറുപ്പിക്കില്ല. അവർക്കൊപ്പം നിൽക്കുന്നവരെ, സമഭാവനയോടെ മുന്നോട്ട് പോകുന്നവരെ, വളരെ സത്യസന്ധരെ ഒക്കെ തന്നെ ജനങ്ങൾ അംഗീകരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുതന്നെയാണ് നിലമ്പൂർ നൽകുന്ന പാഠം. വീഴ്ച സംഭവിച്ചവർക്ക് തിരുത്തൽ നടത്തുവാൻ സമയമുണ്ട്. അതോടൊപ്പം തന്നെ വിജയം നേടിയവർ ആഹ്ലാദം അധികമാകുകയും അരുത്, പ്രവർത്തിക്കാൻ ഏറെയുണ്ട് നിങ്ങൾക്കിനിയും എന്നുള്ള ഓർമ്മപ്പെടുത്തലുണ്ട്. കൂടാതെ 1ഉം 2ഉമല്ല 3ഉം 4ഉം സ്ഥാനങ്ങളിൽ വന്നവരും ഓർക്കുക, കഠിനാധ്വാനം ചെയ്താൽ വിജയം അകലെയല്ല എന്നുള്ള കാര്യവും. വളരെയധികം നന്ദി സാർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി പ്രതികരിച്ചത്. ടോക്കിംഗ് പോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.